നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? ലിവിംഗ് ടുഗദർ അല്ലേ? ലിവിംഗ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊടുന്നതും തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റില്ല. ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റില്ല. ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആണെന്ന് തോന്നുന്നു. സീസൺ 6 നമ്മൾ നെഞ്ചിലേറ്റിയ ആ രണ്ട് പ്രിയ താരങ്ങൾ. അതേ എല്ലാവരും നെഞ്ചിലേറ്റിയെന്ന് വെച്ചാൽ എല്ലാവരെയും കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കുകയും ചെയ്തു. നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ. അതേ ജാസ്മിൻ ഗബ്രി കോംബോയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടെന്നായിരുന്നു എൻ്റെ തീരുമാനം. അതായത് ഒരു 6-7 മാസം മുമ്പ് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഏതാണ്ട് 1,00,000-ഓളം 1,70,000 ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു. ഇതുപോലൊരു സംഭവമായിരുന്നു. ഗബ്രി, നമ്മുടെ സാക്ഷാൽ ഗബ്രി എന്നെ വിളിച്ചു. ഗബ്രി വിളിച്ച് ഏതാണ്ട് 1 മണിക്കൂർ സംസാരിച്ചു. ഞാൻ ആരോട് പറഞ്ഞില്ല, വളരെ എന്താ പറയുക, നല്ല രീതിയിലാണ് സംസാരിച്ചത്. ചേട്ടാന്നാണ് വിളിച്ചത്. കുറേ കാര്യങ്ങൾ ഗബ്രി ഞാനുമായി സംസാരിച്ചു. പിന്നെ ഗബ്രിയുടെ ഈ ഒരു വിഷയം എടുക്കേണ്ട, ഗബ്രി പറയുന്നതൊക്കെ ഒരു പക്ഷേ ന്യായമായിരിക്കാമെന്നതൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷം എടുത്തിട്ടില്ല. ഇന്നലെ ഈ ഒരു സംഭവം വന്നപ്പം പലരും എനിക്കും അയച്ചു തന്നു. ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ നോക്കുമ്പോഴത്തേന് ഈ ഒരു വിഷയം വലിയ വ്യൂസൊന്നും ആർക്കും ഇല്ല, പക്ഷേ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ ചാനൽ അല്ലാത്ത ചാനലുകളും ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട്. അതായത് കാര്യം മറ്റൊന്നുമല്ല, നമുക്കറിയാം ജബ്രി കോംബോ ഇവർ തങ്ങളിൽ ഒന്നിക്കാൻ വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ട് താലോലിച്ച ഈ ഒരു കോംബോയെ താലോലിച്ച ജബ്രി കോംബോ ഒക്കെ കുറേ നാളുകൾക്ക് മുമ്പേ പിരിച്ചുവിട്ട ആ ഒരു അസോസിയേഷനൊക്കെ ഇപ്പോൾ ഇല്ല. അതിൻ്റെ ലൈസൻസ് ഒക്കെ പുതുക്കാൻ പലരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ ഒരു അസോസിയേഷൻ ഇല്ലെന്നാണ് അവരുടെ ഭാരവാഹികൾ അറിയിച്ചത്. അത്തരത്തിൽ ഈ ഒരു ജബ്രി കോംബോ പിരിഞ്ഞെങ്കിലും ചില ആളുകളെങ്കിലും ചെറിയൊരു ഹോപ്പ്, ചെറിയൊരു വെട്ടം എവിടെയോ വീശുന്നുണ്ട്. ഇവർ തങ്ങളിൽ ഒന്നിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഏറെ ഞെട്ടലുളവാക്കുന്ന ആ ഒരു സത്യം ഗബ്രി തുറന്നു പറഞ്ഞു. എന്താണത്? വരട്ടെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? ലിവിംഗ് ടുഗദർ അല്ലേ? ലിവിംഗ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. Okay. ഒരു ജോണറിൽ ഏറെ ദുഃഖകരമായ അവസ്ഥ. തെല്ല് നടുക്കത്തോടെ അല്ലാതെ ജാസ്മിൻ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു താരത്തിന് ഇത് കണ്ടിരിക്കാൻ സാധിക്കത്തില്ല. അതായത് ആ ഒരു വ്യക്തിയുടെ പേര് പോലും മെൻഷൻ ചെയ്യാതെ ആ ഒരു വ്യക്തിയെ മറന്നിരിക്കുന്നത്. അതായത് ആരാണ് എന്നാണ് ഗബ്രി ചോദിക്കുന്നത്. സർവർക്കും അറിയാവുന്ന ആ ഒരു പേര്, അതായത് ഗബ്രിയോടൊപ്പം ലിവിംഗ് ടുഗദർ പോലെ നടന്ന വ്യക്തി ആരാണെന്നുള്ള ഷൈൻ ടോൺ ചാക്കയുടെ ആ ഒരു ചോദ്യത്തിന് അത് ആരാണെന്നാണ് ആ ഒരു പഹയം മറുപടി നൽകിയിരിക്കുന്നത്. ആലോചിച്ചൊക്കെ ഇതുപോലൊരവസ്ഥ ഒരു താരത്തിനും ഉണ്ടാകാൻ പാടില്ല. അതായത് തൻ്റെ ഒപ്പരം നടന്ന പല പെൺകുട്ടികളിൽ ഒരാൾ എന്നുള്ളൊരു ലേബലാണ് ഗബ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഉൾക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇവിടെ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാനുള്ള പ്രധാന കാരണം ഗബ്രി അന്ന് എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ മറുപടി കൊടുത്തിരുന്നു. അതായത് ഗബ്രി എന്നോട് ചോദിച്ച, ചേട്ടാ നിങ്ങൾ എന്താണ് കണ്ടത്? നിങ്ങൾ ഈ പറഞ്ഞ 1.5 ലക്ഷം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നു, ഈ ഒരു നെഗറ്റിവിറ്റി എത്തിക്കുന്നു. നിങ്ങളെ പോലുള്ള കുറച്ച് വ്ളോഗേഴ്സാണ് ഇത് നെഗറ്റീവായി കണ്ടത്. ബിഗ് ബോസിൽ നമ്മൾ എന്താണ് ചെയ്തത്? അടുത്തിരുന്നതും കെട്ടിപ്പിടിച്ചതും ഉമ്മം വെച്ചതും ഒക്കെ ഒരു തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സുഹൃബന്ധത്തിൻ്റെ ഫലമായി ചെയ്തതല്ലേ? ഞാനും മോളും തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു, അതിനുശേഷവും ഈ ഇതേപോലെ ടൂർ പാക്കേജുകളടക്കം നിങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ നിരവധി ആളുകളിൽ പ്രതീക്ഷ ഉണ്ടാക്കിയില്ലേ? നിങ്ങൾ ഒന്നിക്കുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ലിവിങ് ടുഗദർ ആണ് എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കിയില്ലേ എന്ന് ഓനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ആർക്കുണ്ടാക്കി ചേട്ടാ? കുറച്ച് ആൾക്കാർ, ഈ പറഞ്ഞാണ് യൂട്യൂബേഴ്സ് കള്ള ഹിമാറുകൾ ഉണ്ടാക്കിയതാണ്. അത്തരത്തിലുള്ളൊരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയായിരുന്നു. അതായത് നല്ല രീതിയിൽ സുഹൃബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ യുവ മിഥുനങ്ങളുടെ മേളിൽ മോശമായ ഒരു തെറ്റായ ഒരു ആരോപണം ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ടാക്കിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതെ, ഷൈൻ ടോൺ ചാക്ക യൂട്യൂബർ അല്ലാത്ത, സാധാരണക്കാരനല്ലാത്ത ഒരു സെലിബ്രിറ്റിയായ ഒരു പഹയൻ, അതായത് ഒരു സിനിമാ താരമായ ഒരു വ്യക്തി എന്ന് പറയുമ്പം ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. സാധാരണഗതിയിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളുടെ ലൈഫ് സ്റ്റൈലൊന്നും ശ്രദ്ധിക്കാറില്ല. അത്തരത്തിലൊരു പഹയൻ പോലും ഇത് വീക്ഷിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ലിവിങ് ടുഗദർ അല്ലായിരുന്നു? ഒന്ന് ആലോചിച്ച് വെക്കുക. എങ്ങനെയാണ് ഇതിന് മറുപടി ഗബ്രിക്ക് നൽകാൻ കഴിയുക? ഗബ്രി ആരാണെന്നാണ് അവിടെ ചോദിക്കുന്നത്. അത് ആരായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക.
അതായത് സദാസമയവും കിളി പറന്ന് നടക്കുന്ന ഷൈം ടോം ചാക്കോയ്ക്ക് പോലും ഇതൊരു ലിവിങ് ടുഗദർ ആണ് എന്ന് തോന്നിയിട്ടും കപ്രിയുടെ വീട്ടുകാർക്കോ കപ്രിക്കോ അത് തോന്നിയില്ല. എന്താണ് കപ്രി പറഞ്ഞത്? വരട്ടെ. തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊടുന്നതും തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റില്ല. ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റില്ല. ഉമ്മ കൊടുക്കുന്നതും 110% എനിക്ക് തെറ്റായിട്ട് അങ്ങനെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ, കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല, ഇത് സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനവിധിയുടെ ഭാഗമാണ്. പറഞ്ഞ വാക്കാ പ്രശ്നം. ഏതാണ്? സൊസൈറ്റി പ്രശ്നം. ആ പയ്യൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയോ? അവന് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അതായത് പുറത്ത് നിന്ന് എന്റെ വീട്ടുകാർ, ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, എന്റെ അപ്പനും അമ്മയും പുറത്തുണ്ടായിരുന്നവരാ, എന്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ. അവർ വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത്. അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ അകത്ത് നടന്നിട്ടുള്ള പെർസ്പെക്ടീവ് എനിക്കും അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിനും മാത്രമേ അറിയുള്ളൂ. നോക്കുക, കപ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ഓന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുക. അതായത് കമ്മിറ്റഡ് ആയ ഒരു പെണ്ണായാൽ കൂടി ഓളെ കെട്ടിപ്പിടിക്കുക, ഓളെ അടുത്തിരിക്കുക, ഓളെ ഉമ്മം വെക്കുക, അതൊന്നും ഒരു തെറ്റായി ഓൻ കാണുന്നില്ല. അതൊക്കെ വളരെ പവിത്രമായ കാര്യങ്ങളാണ്. അതായത് കപ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ലൈഫ് സ്റ്റൈല്, ഓന്റെ ആ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈല്, ഓൻ വളർന്നു വന്ന സാഹചര്യം, ഓന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വലിയ രീതിയിൽ എതിർപ്പില്ലാത്തൊരു കുടുംബം, ഓന്റെ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. എന്നാൽ ഓന്റെ ഓപ്പോസിറ്റ് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓന്റെ ഓപ്പോസിറ്റുള്ള ആളുകൾ ഏത് തരക്കാരായിരുന്നു എന്ന് ഓൻ ചിന്തിച്ചില്ല. അതായത് ഒരു കറ കളഞ്ഞ കാമക്കടുവ് എന്ന് എന്തുകൊണ്ട് കപ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ എന്നോട് ചോദിച്ച്, ഏട്ടാ നിങ്ങൾ എന്നെ കാമക്കടുവ് എന്ന് വിളിച്ചില്ലേ, കാമക്കടുവ ആണോ ഏട്ടാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഓൻ ചോദിച്ചു. അബ്സല്യൂട്ട്ലി ഒരു കാമക്കടുവയുടെ സ്വഭാവമാണ് കപ്രി കാണിച്ചത്. എനിക്കതിൽ പറയുന്നതിൽ വലിയ വേദനയുണ്ട്. ഒരു കാമക്കടുവയ്ക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഓൻ എന്നോട് ചോദിച്ച്, ഏട്ടന് ഇതേപോലെ റിലേഷനിലായിരുന്നോ, ഏട്ടൻ റിലേഷൻഷിപ്പിൽ എന്താണ് കാണിച്ചത്? എനിക്ക് നിസ്സംശയം പറയാം, ഒരാളും ഒരു പെൺകുട്ടിയും, ഒരുപക്ഷെ കപ്രിയേക്കാൾ കൂടുതൽ പ്രേമിച്ചൊരു വ്യക്തിയാണ് ഞാൻ, ഒരു പെൺകുട്ടിയും ഓളെ മോശമാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വരില്ല, ഒരിക്കലും വരില്ല. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു പെൺകുട്ടിയും ഞാൻ യൂസ് ആൻഡ് ത്രോ ആക്കിയിട്ടില്ല. ഗബ്രിയെ പോലുള്ള ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ളത് വലിയ ദുരന്തമാണ്. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓൻ്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ദുരന്തമാണ്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പുരോഗമനവാദമൊക്കെ ഉന്നയിക്കാമെങ്കിലും ഈ കണ്ട ആളുകൾ, ഷൈൻഡോം അടക്കമുള്ള ആളുകളൊന്നും ആലോചിച്ച് വെക്കുക, ഓനടക്കം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ഗബ്രിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഓനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിന്ന ആളുടെ അവസ്ഥ, അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറഞ്ഞേക്കാം, പബ്ലിക്കായിട്ട് അങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക, കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക. ഏറെ ദുഃഖകരമായ അവസ്ഥ, ഇതുപോലെ ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? കപ്രി എടുത്ത ഈ ഒരു ആധുനിക പുരോഗമന നിലപാടിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചതിന് ശേഷം, അതായത് കപ്രി എന്ന് പറയുന്ന ഈ ഒരു പഹയം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഓൻ്റെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നു. നാളെ എൻ്റെ ഭാര്യ ഈ കമ്മിറ്റഡ് ആയതിനു ശേഷം, എൻ്റെ ഭാര്യ ബിഗ് ബോസിലോ മറ്റെവിടെയോ പോയതിനു ശേഷം ഒരു TV ഷോയിൽ ഒരു ചെറുപ്പക്കാരനായ പഹയനൊപ്പരം കെട്ടിമറിയുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മയും വെക്കുകയൊക്കെ ചെയ്യുന്ന കാണേണ്ടി വരുന്ന എൻ്റെ അവസ്ഥ, ഈ എങ്ങനെയാണ് എനിക്ക് പ്രതികരിക്കുക? അത് തന്നെയാണ് ഈ ചിന്തിക്കേണ്ടത്. ഏറെ ദുഃഖകരമായ അവസ്ഥ, ഇതുപോലെ അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.